ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ GCC രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നും 650 മുകളിലുള്ള ഷോകളാണ് UAEയിൽ കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം 8 കോടിക്ക് മുകളിലാണ് സിനിമയുടെ GCC കളക്ഷനായി വന്നത്. ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് വന്നത് 16 കോടിക്ക് അടുത്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനകത്തിൽ ഏറെയും GCCയിൽ നിന്ന് തന്നെ വന്ന പങ്കായിരുന്നു. കേരളത്തിൽ പോലും അത്രയും ഉണ്ടായിരുന്നില്ല എന്നറിയാം. രണ്ടാം ദിനം 1 മില്യണിന് മുകളിലാണ്, അതായത് ശനിയാഴ്ച $1 മില്യൺ മുകളിലാണ് നേടിയതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എക്സാക്ട് ഫിഗറുകളല്ല, ഒഫീഷ്യലുമല്ല. എന്നിരുന്നാലും അവിടെയുള്ള ട്രാക്കേഴ്സ്, ഇപ്പോൾ നമുക്കറിയാം ട്രാക്കേഴ്സ് എല്ലാം ഏറെക്കുറെ കറക്റ്റായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 9 ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ടാം ദിനവും സിനിമ നേടിയിരിക്കുന്നു. അതായത് 2 ദിവസം കൊണ്ട് സിനിമ ഏകദേശം 17 കോടിയോളമാണ് GCCയിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. മൂന്നാം ദിനം ഞായറാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നത്തോടെ സിനിമ ഏകദേശം 27-28 കോടി GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം നേടുമെന്നുള്ളതാണ്. ഒരു പക്ഷേ 30ലേക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസുകൾ ഏറെ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അമ്മാതിരി ശക്തമായ ഒരു മേഖല തന്നെയാണ് GCC. അവിടെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തകർത്ത് വാരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 34 കോടി വേൾഡ് വൈഡ് നേടുമെന്നുള്ളതാണ് റെസ്പോൺസുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ ട്രാക്കിംഗ് റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്, GCC രാജ്യങ്ങളിൽ നിന്ന് ഈ സിനിമ 50 കോടി അടിക്കുമോ എന്നുള്ളതാണ്. ഒരു ഫെസ്റ്റീവ് മോഡ് തന്നെ ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം ഇതിനോടകം തന്നെ ഈ ആദ്യ വാരത്തിൽ തന്നെ GCCയിൽ നിന്ന് 50 കോടി കടന്നേനെയും എന്നുള്ളത്. കാരണം അവിടെ അവധി ദിനങ്ങളായിരുന്നു. ഈ കിട്ടുന്ന റെസ്പോൺസ് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എവിടെയാണെങ്കിലും നല്ല ചിത്രം വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണുമെന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയ.